നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. ഇന്ന് നമ്മൾ HSA ഹിന്ദി ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ബോറോഡ് ഫ്രം, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടമെടുത്തത് എവിടെ നിന്നാണെന്നാണ്. എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, അമേരിക്കയാണ്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് രംഗനാഥ മിശ്രയാണ്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾസ് ഡീൽസ് വിത്ത് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ നമ്പർ 324 ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഗുരുവായൂർ സത്യാഗ്രഹ. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ എബവ് കറക്റ്റ് എന്നുള്ളതാണ്. അതായത് ഇതിലേത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളതെന്നാണ് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് 1, 2, 4. അതായത് കറക്റ്റ് ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എ മേജർ സ്ട്രഗിൾ ഓർഗനൈസ്ഡ് ഫോർ ദി ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി വരുന്നുണ്ട്. അതേപോലെ തന്നെ ലീഡർ ഓഫ് സത്യാഗ്രഹ വാസ് കെ കേളപ്പൻ. അതേപോലെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് വരുന്നത് പൊന്നാനി താലൂക്കിലും ടെമ്പിൾ എൻട്രിയുമായി ബന്ധപ്പെട്ട് ആളുകളുടെ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയിരുന്നു എന്നുള്ളതുമാണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ആദ്യത്തെ തദ്ദേശീയ പ്രസ് കേരളത്തിൽ എവിടെയാണ് എസ്റ്റാബ്ലിഷ് ആയെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാന്നാനമാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹൂ എമംഗ് ദി ഫോളോയിങ് പെയർ ഈസ് റോങ്ലി മാച്ച്ഡ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരുന്നത് ചങ്ങമ്പുഴ, ഭാർഗവി എന്നുള്ളതാണ് തെറ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ആദ്യ കണ്ണാടി പ്രതിഷ്ഠ സൗത്ത് ഇന്ത്യയിൽ ആരാണ് നടത്തിയെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. അടുത്ത ചോദ്യം, ദ ബുക്ക് മോക്ഷപ്രദീപം വാസ് റിട്ടൺ ബൈ. അതിൻ്റെ ഉത്തരം വരുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്തത് മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കറക്റ്റായ മാച്ചിങ് ആയിട്ട് വരുന്നത് TK മാധവൻ ദേശാഭിമാനി, C കൃഷ്ണൻ മിതവാദി, EMS നമ്പൂതിരിപ്പാട് പ്രഭാതം, CV കുഞ്ഞിരാമൻ കേരള കൗമുദി. ഇങ്ങനെയാണ് കറക്റ്റായ മാച്ച് വരുന്നത്. അടുത്ത ചോദ്യം, ദ ഡ്രാമ പാട്ടബാക്കി വാസ് റിട്ടൺ ബൈ. ആൻസർ വരുന്നത് K ദാമോദരനാണ്. അടുത്തത്, നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെല്ലാം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൽ 1ഉം 2ഉം മാത്രമാണ് കറക്റ്റായിട്ടുള്ളത്. അത് വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് ഓഫ് 1932. അതേപോലെ തന്നെ ദ ലീഡേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് ഫെയർ C കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്. ഇത്രയും പേരാണ് അതിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ചോദ്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സ്കീമാണ്. അതായത് ചൂഷണത്തിനെതിരെ ഇരയായ ആൾക്കാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട്, അതേപോലെ ജെൻഡർ ബേസ്ഡ് വയലൻസിന് ഇരയായവർക്കും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ആശ്വാസനിധി എന്നാണ് ആ സ്കീം അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ദ മൂവ്മെൻറ്റ് വിച്ച് വാസ് ഓർഗനൈസ്ഡ് ഓൺ ദി മോഡൽ ഓഫ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഓഫ് ഗോപാലകൃഷ്ണ ഗോഖലെ. അതിൻ്റെ ആൻസർ വരുന്നത് NSS ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.